ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിൽ 4ാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഓൾറെഡി റിവിഷൻ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചാപ്റ്ററിലെയും സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ ആ സമ്മറി വെറും പോയിന്റുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കൊടുക്കുന്നവർക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ മൊഡ്യൂൾ പൊതുവെ രചനകളാണ്. അതിൽ ഫസ്റ്റ് സംഗ്രഹരചന വരുന്നുണ്ട്. സംഗ്രഹരചനയുടെ പ്രധാന ലക്ഷ്യങ്ങളുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുമ്പുള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഉത്തരാധുനിക കഥാകൃത്തുക്കളിൽ ശക്തമായ ഒരു ധാര സ്ത്രീകളുടേതാണ്. ഏതൊക്കെ കഥാകൃത്തുക്കളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: സാറ ജോസഫ്, KR മീര, അഷിത, സിത്താര, ഇന്ദുമേനോൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന കഥാകൃത്തുക്കൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സമകാല സ്ത്രീ രചനകളിൽ ശരീരം കഥയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ യുക്തി എന്ത്? ഉത്തരം: ശരീരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കേന്ദ്രമാണ്. അതുകൊണ്ട് സമകാല സ്ത്രീ രചനകളിൽ ശരീരം കഥയുടെ പ്രധാന പ്രമേയമായിട്ടും കേന്ദ്രസ്ഥാനമായിട്ടും മാറുന്നുണ്ട്. അടുത്ത ചോദ്യം: പ്രിയയുടെ കഥയിൽ അമ്മയും മകളും തമ്മിലുള്ള സവിശേഷ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ത്? ഉത്തരം: നമ്മൾ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മുടെ അമ്മമാരിലൂടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളും ഇതുപോലെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കഥയിൽ കുട്ടിയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് അമ്മയും മകളും തമ്മിലൊരു സവിശേഷ ബന്ധം എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ലിംഗവിവേചനവുമായി ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ സമ്മറി നന്നായി മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അടുത്തത് 2 കുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു കവിത ഉണ്ടല്ലോ, ആ കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: കവിതയിലെ 2 കുഞ്ഞുങ്ങൾ ആരെല്ലാം? ഉത്തരം: മനുഷ്യക്കുഞ്ഞും അണലിക്കുഞ്ഞും. രണ്ടാമത്തെ ചോദ്യം: അണലിക്കുഞ്ഞ് എവിടെ നിന്നാണ് എത്തിയത്? ഉത്തരം: ചെമ്മൺകുന്നിൽ നിന്ന്. മൂന്നാമത്തെ ചോദ്യം: വാൻ ഡ്രൈവർ അപ്പുവിനോട് ആക്രോശിക്കുന്നത് എന്തിന്? ഉത്തരം: അപ്പു കരയുന്നത് കണ്ടിട്ട്. അടുത്ത ചോദ്യം: 2 കുഞ്ഞുങ്ങളും 2 തരം വ്യവസ്ഥയുടെ ഇരകളാണ്, വിശദമാക്കുക. ഉത്തരം: മനുഷ്യക്കുഞ്ഞ് വിദ്യാഭ്യാസവും മത്സരവും നിറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയുടെ ഇരയാണ്. എന്നാൽ അണലിക്കുഞ്ഞ് മനുഷ്യരുടെ അശ്രദ്ധയും മനുഷ്യ കേന്ദ്രീകൃതമായ ജീവിത വ്യവസ്ഥയും കാരണം ദുരിതത്തിലാവുന്ന വ്യവസ്ഥയുടെ പ്രതീകമാണ്. അടുത്ത ചോദ്യം: ചലച്ചിത്രത്തിന്റെ ദൃശ്യഘടന സ്വീകരിക്കുക വഴി കവിതയ്ക്കുണ്ടായ അധിക മാനമെന്ത്? ഉത്തരം: ഒരു ചലച്ചിത്രത്തിലെ ദൃശ്യങ്ങൾ പോലെയാണ് കവിതയുടെ ഘടന. ഓരോ ദൃശ്യങ്ങളും വായനക്കാരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാൻ ഈ ഒരു ഘടന സഹായിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം: നമ്മുടെ പ്രകൃതിക്കും വിദ്യാഭ്യാസത്തിനും സംഭവിച്ച വലിയ യാന്ത്രിക പരിണാമം, അതിനെക്കുറിച്ചിട്ടാണല്ലോ ഈ കവിത പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു എസ്സെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സമ്മറിയാണല്ലോ മെയിനായിട്ട് വരിക. അപ്പോൾ ഇതിൽ യാന്ത്രിക സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നാഗരിക സംസ്കാരത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കാതെ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ പല പല കെട്ടിടങ്ങളും, അതായത് ഇപ്പോൾ കാടുകളൊക്കെ നികത്തിയിട്ടൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥ അവിടെ നഷ്ടപ്പെടുകയാണ്. അതിനെക്കുറിച്ച് കൂടിയാണ് ഈ കവിതയിൽ പറയുന്നത്. അടുത്തത് വിവർത്തന പരിശീലനമാണ്. അപ്പോൾ വിവർത്തനം എന്താണ്, വിവർത്തനത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, വിവർത്തനത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫോറസ്റ്റ് മാൻ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സബ് ടൈറ്റിൽ രചനയിൽ നേരിടുന്ന 2 വെല്ലുവിളികൾ സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം: യഥാർത്ഥ സംഭാഷണവും സന്ദർഭവും ആശയവ്യത്യാസമില്ലാതെ ലക്ഷ്യഭാഷയിലൂടെ വിനിമയം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം. അതുപോലെ സാംസ്കാരിക ഘടകങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രയോഗം ഒഴിവാക്കണം എന്നിവയാണ്. അടുത്ത ചോദ്യം: സബ് ടൈറ്റിൽ രചനയ്ക്ക് സഹായകമായ 2 ടൂളുകൾ നിർദ്ദേശിക്കുക. ഉത്തരം: ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നീഷൻ, സബ് ടൈറ്റിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നിവയാണ്. അടുത്ത ചോദ്യം: സബ് ടൈറ്റിൽ രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: ലളിതവും വ്യക്തവുമായ ഭാഷ ഉപയോഗിക്കണം. പിന്നെ സംക്ഷിപ്തത പാലിക്കണം, ശരിയായ സമയക്രമം പാലിക്കണം, ശുദ്ധമായ ഭാഷയും വ്യാകരണവും ഉൾപ്പെടുത്തണം, വായിക്കാൻ സൗകര്യമുള്ള ഫോണ്ട്, അതായത് വലിപ്പം ഉണ്ടല്ലോ, നമ്മൾ അക്ഷരങ്ങളുടെ വലിപ്പം അത് ഉപയോഗിക്കുക,
സംഭാഷണത്തിൻ്റെ അർത്ഥം, വികാരം എന്നിവ നിലനിർത്തണം. അടുത്ത ചോദ്യം, സൈബർ സ്പേസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം, അമേരിക്കൻ സാഹിത്യകാരനായ വില്യം ഗിബ്സൺ ആണ് അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏത്? ഉത്തരം, യൂട്യൂബ്. അടുത്ത ചോദ്യം, വൈറ്റ് പേപ്പറുകൾ എന്നത് എന്ത്? ഉത്തരം, കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നതാണ് വൈറ്റ് പേപ്പറുകൾ. അടുത്ത ചോദ്യം, പോഡ്കാസ്റ്റ് എന്നാൽ എന്ത്? ഉത്തരം, ഇന്റർനെറ്റിൽ പരമ്പര രൂപത്തിൽ ലഭ്യമാകുന്ന ഓഡിയോ ഫയലുകളുടെ കൂട്ടമാണ് പോഡ്കാസ്റ്റ്. അടുത്ത ചോദ്യം, ലാൻഡിംഗ് പേജ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം, ആകർഷകമായ ഡിസൈൻ, വ്യക്തമായ സന്ദേശം, കോൾ ടു ആക്ഷൻ ബട്ടണുകൾ. അടുത്ത ചോദ്യം, ഉള്ളടക്ക രചനയുടെ ഘട്ടങ്ങൾ വിശദീകരിക്കുക. ഉള്ളടക്ക രചനയുടെ ഘട്ടങ്ങൾ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഉള്ളത്. എഴുത്ത്, തിരുത്ത്, പ്രസിദ്ധീകരണം. എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അഭിരുചിയും ആവശ്യവും അനുസരിച്ച് സ്വതന്ത്രവും അർത്ഥവത്തുമായ ഉള്ളടക്കം തയ്യാറാക്കുന്ന പ്രക്രിയ. തിരുത്ത് എന്ന് പറഞ്ഞാൽ എഴുതിയ ഉള്ളടക്കത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കി കൂടുതൽ ആകർഷകവും കൃത്യവും ലക്ഷ്യസാധുവുമാക്കി മാറ്റുന്ന പ്രക്രിയ. മൂന്നാമത്തത് പ്രസിദ്ധീകരണം. തയ്യാറാക്കിയ ഉള്ളടക്കം വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അടുത്തത്, നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്വയംവരം, അതുപോലെ രോഹിണി ഭട്ട് ഓർമ്മയിൽ വന്നപ്പോൾ എന്നിങ്ങനെ 2 ബ്ലോഗുകൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ചിലപ്പോൾ വല്ല ബ്ലോഗിനെ കുറിച്ച് എഴുതാനൊക്കെ ചോദിക്കും. അടുത്ത ചോദ്യം, ഒരേ പ്രമേയം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ച 3 മലയാള ചെറുകഥകൾക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം, വാസനാവികൃതി, പൂവമ്പഴം, മകൻ. അടുത്ത ചോദ്യം, പറഞ്ഞു കഴിഞ്ഞ പ്രമേയങ്ങളെ പുതുരചനയാക്കുന്നത് എങ്ങനെ? പ്രമേയങ്ങളെ പുതിയ കാഴ്ചപ്പാടിലൂടെയും അനുഭവങ്ങളിലൂടെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതുപോലെ പുതിയ രചനയാക്കി മാറ്റുന്നത്. അടുത്ത ചോദ്യം, അനുഭവിച്ചറിയുന്നതാണ് സർഗാത്മകതയെ ശക്തിപ്പെടുത്താനുള്ള വഴി. ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കുക. ഉത്തരം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളെ കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അത് ചോദിക്കേണ്ട. ദൃഷ്ടാന്തം പറഞ്ഞ ഉദാഹരണം എന്നാണ് അർത്ഥം കേട്ടോ. അടുത്ത ചോദ്യം, സർഗാത്മകതയുടെ ഉറവിടമായി ഇന്ത്യൻ ചിന്തയിൽ നിർദ്ദേശിച്ച 3 ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം, പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നിവയാണവ. അടുത്ത ചോദ്യം, കഥയും ഇതിവൃത്തവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം, സംഭവങ്ങളുടെ സാധാരണ ക്രമീകരണമാണ് കഥ എന്ന് പറയുന്നത്. എന്നാൽ ഇതിവൃത്തം എന്നാൽ സംഭവങ്ങൾ ഫലസംബന്ധത്തോടെ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക, എല്ലാ സമ്മറിയും നന്നായി മനസ്സിലാക്കി വെക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതോടുകൂടി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.